നമസ്കാരം, ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം. ഓൺലൈൻ ന്യൂസ് ചാനലുകളിൽ സത്യസന്ധതയിലും വിശ്വാസ്യതയിലും അന്വേഷണാത്മകതയിലും മികവ് തെളിയിച്ച ലൈവ് ന്യൂസ് ചാനലിന്റെ ഹോം ചാനൽ ഇൻഫോ ന്യൂസ് ഇനി മുതൽ നിങ്ങളുടെ സ്വീകരണ മുറികളിൽ എത്തുകയാണ്. മികച്ച ജീവിതഗന്ധിയായ സാമൂഹിക പ്രതിബദ്ധതയുള്ള വാർത്തകൾ ഇനി മുതൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തിൽ ഇൻഫോ ന്യൂസ് മിഴി തുറക്കുന്നു. ലൈവ് ന്യൂസ് പുതുക്കാടിന്റെ ഹോം ചാനൽ N4 ന്യൂസ് ഇനി മുതൽ നിങ്ങളുടെ സ്വീകരണ മുറികളിലേക്ക്. N4 ന്യൂസ്, നേരിന്റെ വാർത്തകൾ. പുതുക്കാട് നിയോജക മണ്ഡലവും ചാലക്കുടി നിയോജക മണ്ഡലവും പ്രവർത്തന മേഖലയാക്കിക്കൊണ്ട് ഒരു പുതിയ ചാനൽ സംവിധാനം, പ്രാദേശിക ചാനൽ സംവിധാനം N4 ന്യൂസ് എന്ന നിലയിൽ ഇന്നു മുതൽ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. പ്രാദേശിക ചാനലുകൾക്ക് വളരെ ഏറെ പ്രസക്തിയുള്ള ഒരു കാലമാണ്. നാട്ടിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും കൊച്ചു കൊച്ചു വാർത്തകളും സംഭവങ്ങളും അധികാരികളെയും ബന്ധപ്പെട്ടവരെയൊക്കെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം എന്ന നിലയിൽ ഒട്ടേറെ പേർ ശ്രദ്ധിക്കുന്ന ഒരു മാധ്യമ സംവിധാനമാണ് ഈ പ്രാദേശിക വാർത്താ സംവിധാനങ്ങൾ. തീർച്ചയായും പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി, തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗമായി, MLAയുടെ പ്രത്യേകമായ വികസന ഫണ്ടും ആസ്തി വികസന ഫണ്ടും ബഡ്ജറ്റ് ഫണ്ടും ഒക്കെ ഭാഗമായി ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി N4 ന്യൂസ് എന്ന ചാനലിന് കഴിയുമെന്ന് പ്രത്യാശിക്കുന്നു. എല്ലാ വിജയാശംസകളും നേരുന്നു. നിർത്തുന്നു. നന്ദി. ഇന്ന് 2024 ഓഗസ്റ്റ് 15 വ്യാഴാഴ്ച ഭാരതം 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഇന്ന് 2024 ഓഗസ്റ്റ് 15 വ്യാഴാഴ്ച ഭാരതം 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. 2 നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന് ശേഷം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. അന്നു മുതൽ ഈ ചരിത്രദിനം രാജ്യമെമ്പാടും ആഘോഷിക്കുകയാണ്. അതുപ്രകാരം 1948 ഓഗസ്റ്റ് 15 രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ 1ാം വാർഷികവും 2ാമത് സ്വാതന്ത്ര്യദിനവും ആഘോഷിച്ചു. അങ്ങനെ കണക്കുകൂട്ടിയാൽ 2024 ഓഗസ്റ്റിൽ ആഘോഷിക്കുന്നത് സ്വാതന്ത്ര്യത്തിന്റെ 77ാം വാർഷികമാണ്. ഒപ്പം 78ാം ദിനാചരണവും. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന്റെ 77ാം വാർഷികമായ ഈ വർഷം ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ 78ാം സ്വാതന്ത്ര്യദിനമാണ് നമ്മൾ ആഘോഷിച്ചത്. ഇനി ഇന്നത്തെ വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ. 78ാമത് സ്വാതന്ത്ര്യദിനാഘോഷ നിറവിൽ രാജ്യം. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ ദുഃഖത്തിന്റേതായ അന്തരീക്ഷത്തിലാണ് ഇത്തവണ നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യം സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ 78ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ചാലക്കുടി നഗരസഭയിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. വേലുപ്പാടം വിശുദ്ധ യൗസേപിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ പ്രസിദ്ധമായ ഊട്ടുതിരുനാൾ ഭക്തി സാന്ദ്രമായി ആഘോഷിച്ചു. വിശദമായ വാർത്തയിലേക്ക്. 78ാമത് സ്വാതന്ത്ര്യദിനാഘോഷ നിറവിൽ രാജ്യം. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി. രാജ്ഘട്ടിലെത്തി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്യാനായി പ്രധാനമന്ത്രി ചെങ്കോട്ടയിലെത്തിയത്. പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് മോദിയുടെ പ്രസംഗം. വികസിത ഭാരതം 2047 എന്നതാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന പ്രമേയം. സ്വാതന്ത്ര്യ സമര സേനാനികളെ അനുസ്മരിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി പ്രസംഗം ആരംഭിച്ചത്. രാജ്യത്തിനു വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ദിവസമാണിന്ന്. ഈ രാജ്യം അവരോട് കടപ്പെട്ടിരിക്കുമെന്ന് മോദി പറഞ്ഞു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പ്രകൃതി ദുരന്തങ്ങൾ നമ്മുടെ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്.
ദുരന്തബാധിതരായ കുടുംബങ്ങളെ വേദനയോടെ ഓർക്കുന്നു. നിരവധി പേർക്ക് അവരുടെ കുടുംബാംഗങ്ങളെയും വീടുമടക്കം സർവ്വതും നഷ്ടപ്പെട്ടു. രാജ്യത്തിനും വലിയ നഷ്ടമുണ്ടായി. രാജ്യം പ്രതിസന്ധിയിൽ അവർക്കൊപ്പമുണ്ടാവും. 140 കോടി ഇന്ത്യക്കാരുണ്ട്. ഒരേ ദിശയിൽ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നേറിയാൽ 2047ഓടെ വികസിത ഭാരതം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനാവുമെന്നും മോദി പറഞ്ഞു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ ദുഃഖത്തിന്റേതായ അന്തരീക്ഷത്തിലാണ് ഇത്തവണ നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളം മാത്രമല്ല, ഇന്ത്യയാകെ ആ ദുഃഖത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇരുണ്ട കാലത്തെ തിരിച്ചു കൊണ്ടുവരാൻ ചിലർ ശ്രമിക്കുന്നുവെന്നും ജാതിയെയും വർഗീയതയെയും ചിലർ ആയുധമാക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. എല്ലാ പ്രദേശങ്ങൾക്കും ഭരണനിർവഹണത്തിൽ തുല്യ പങ്കാളിത്തം ഉറപ്പുവരുത്തണമെന്നും വിഭവങ്ങളുടെ മേൽ തുല്യ അവകാശം ഉറപ്പുവരുത്താതെ അസന്തുലിതാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ കഴിയില്ലെന്നും കേന്ദ്ര അവഗണന പരാമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. രാജ്യം സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ 78ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ചാലക്കുടി നഗരസഭയിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. നഗരസഭ അങ്കണത്തിൽ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം ചെയർമാൻ എബി ജോർജ് ദേശീയ പതാക ഉയർത്തി. ചാലക്കുടി CKMNSS സ്കൂളിലെ വിദ്യാർത്ഥികളും ബാൻഡും മാർച്ച് പാസ്റ്റോടും കൂടി ആരംഭിച്ച ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു അധ്യക്ഷയായി. പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, VO പൈലപ്പൻ, ഷിബു വാലപ്പൻ, KV പോൾ, സൂസി സുനിൽ, സിന്ധു ലോജു, അഡ്വക്കേറ്റ് ബിജു S ചിറയത്ത്, ബിജി സദാനന്ദൻ, ബിന്ദു ശശികുമാർ, ലിബി ഷാജി, നഗരസഭാ ജീവനക്കാർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കാളികളായി. വേലുപ്പാടം വിശുദ്ധ യൗസേപ്പിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ പ്രസിദ്ധമായ ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. രാവിലെ 6:30 വിശുദ്ധ കുർബാന, നൊവേന, ഊട്ട് ആശീർവാദം എന്നിവ നടന്നു. ഫാദർ ജോ പാച്ചേരിൽ കാർമ്മികത്വം വഹിച്ചു. 10:30 നടന്ന തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര കാർമ്മികനായി. ഡോക്ടർ ആൻഡ്രു ആലപ്പാടൻ തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് 3 വിശുദ്ധ കുർബാനകൾ നടന്നു. 25,000-ലേറെ വിശ്വാസികൾ ഊട്ടുനേർച്ചയിൽ പങ്കെടുത്തു. വികാരി ഫാദർ ഡേവിസ് ചെറയത്ത്, സഹവികാരി ഫാദർ പ്രിജോ വടക്കേത്തല, കൈക്കാരന്മാരായ ബൈജു വാഴക്കാല, മനോജ് കോഴിക്കുന്നേൽ, ജോഷി ചിറ്റടി, പോൾ മഞ്ഞളി, കൺവീനർമാരായ ജേക്കബ് നടുവിൽ പീടിക, തോമസ് മുട്ടത്ത്, സാൻജോ കോഴിക്കുന്നേൽ, ജോസഫ് വട്ടപ്പിള്ളി എന്നിവർ നേതൃത്വം നൽകി. പൊള്ളുന്ന വെയിലിൽ കൊരട്ടി ജംഗ്ഷനിലെ സിഗ്നലിൽ വാഹനം നിർത്തുന്നവർക്ക് മുന്നിലേക്ക് കയ്യിലുള്ള ബക്കറ്റ് നീട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഒരു നാട് മുഴുവൻ, ഒരു ജീവൻ തിരികെ പിടിക്കാൻ. ഇതിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും നേതാക്കളും പ്രവർത്തകരുമുണ്ട്. ജാതിമത സംഘടന വ്യത്യാസങ്ങളില്ലാതെ. വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലുള്ള വിഷ്ണുവെന്ന യുവാവിന് വേണ്ടിയാണ് സ്വാതന്ത്ര്യദിനത്തിൽ ഇവർ ആളുകൾക്ക് മുൻപിൽ എത്തിയത്. കഴിഞ്ഞ ജൂലൈ 28-നാണ് കാടുകുറ്റി പഞ്ചായത്തിലെ ചെറാലക്കുന്ന് ദേശത്തെ വിഷ്ണു എന്ന 22 വയസ്സുകാരൻ അപകടത്തിൽപ്പെടുന്നത്. ഗുരുതര പരിക്കുകളോടെ കറുകുറ്റി അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലുള്ള വിഷ്ണുവിന്റെ ചികിത്സയ്ക്കായി 25 ലക്ഷത്തിലധികം രൂപ ആവശ്യമാണ്. ഇതിനായി രൂപീകരിച്ചിട്ടുള്ള സമിതിയുടെ നേതൃത്വത്തിലാണ് കൊരട്ടി ജംഗ്ഷനിൽ ഫണ്ട് ശേഖരണം നടത്തുന്നത്. വിഷ്ണുവിന്റെ നിർധനരായ കുടുംബത്തിന് ഇത്രയും ഭീമമായ ചികിത്സാ ചിലവ് താങ്ങാൻ കഴിയാതെ വന്നപ്പോഴാണ് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ, കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ്, കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലീല സുബ്രഹ്മണ്യൻ, കാടുകുറ്റി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഹാഷിം സാബു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബീന രവീന്ദ്രൻ, കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് മെമ്പർ സീമ പത്മനാഭൻ എന്നിവരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചത്. ഇവർക്ക് പിന്തുണയുമായി ചാലക്കുടി കൊരട്ടി മേഖലയിലെ കലാകാരന്മാരുമുണ്ട്. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായ യുവാവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും പങ്കാളികളാവാം. കാടുകുറ്റി പഞ്ചായത്തിലുള്ള വിഷ്ണു എന്ന 21 വയസ്സുകാരൻ അതിദാരുണമായിട്ട് അപ്പോളോ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്.
3 ഓപ്പറേഷൻ കഴിഞ്ഞു. ഇപ്പോൾ തന്നെ 16.5 ലക്ഷം രൂപ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും നമുക്ക് ഒരു 25 ലക്ഷത്തോളം സ്വരൂപിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ ദേശസ്നേഹികളായ നിങ്ങളുടെ നന്മ ഈ കുഞ്ഞിൻ്റെ പേരിൽ ഉണ്ടാകണം. ആ കുഞ്ഞിനെ പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കാൻ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകണം. നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലും മറ്റ് വിദേശ രാജ്യങ്ങളിലുമുള്ള എല്ലാ സഹോദരന്മാരും ഇത് ഒരു അപേക്ഷയായിട്ട് സ്വീകരിച്ച് ഒരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ യാചിക്കുകയാണ്. അതിൻ്റെ ജീവൻ തിരിച്ചു കിട്ടുവാൻ വേണ്ടി, അവരുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി, വിഷ്ണു എന്ന പുത്രനെ പ്രതീക്ഷയിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങളുടെ കാരുണ്യം ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. തൃശൂർ നഗരത്തിൽ കടയുടെ ചുവരിൽ പിടിപ്പിച്ചിരുന്ന ചില്ല് വീണ് കാൽനട യാത്രക്കാരന് പരിക്കേറ്റു. തലയിൽ ഗുരുതരമായി പരിക്കേറ്റ വഴിയാത്രക്കാരനെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ മണികണ്ഠൻ ആലിന് സമീപമാണ് അപകടം. 1-ാം നിലയിൽ നിന്ന് ഗ്ലാസ് താഴേക്ക് വീഴുകയായിരുന്നു. കാലപ്പഴക്കം മൂലം എപ്പോൾ വേണമെങ്കിലും വീഴാവുന്ന നിലയിൽ നിരവധി ഗ്ലാസുകളാണ് കെട്ടിടത്തിലുള്ളത്. അതിനാൽ താഴത്തെ നിലയിലെ കടകൾ അടപ്പിച്ചു. ഫുട്പാത്തിലൂടെയുള്ള ഗതാഗതവും ഫയർഫോഴ്സ് തടഞ്ഞു. വെള്ളപ്പൊക്കം തകർത്തിട്ടും തളരാതെ വയനാടിന് കൈത്താങ്ങാകാൻ തന്റെ ചായക്കടയിലെ ഒരു ദിവസത്തെ വരുമാനം മാറ്റിവെച്ച് തൃക്കൂർ മുട്ടിത്തടി സ്വദേശി സന്തോഷ് മാതൃകയായി. KC സ്പേസ് എന്ന ചായക്കട നടത്തുന്ന KC സന്തോഷിന്റെ ഒരു ദിവസത്തെ വരുമാനമാണ് MLAക്ക് കൈമാറിയത്. വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി ചായക്കടയിൽ നിന്നുള്ള വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് സന്തോഷ് നൽകിയത്. KK രാമചന്ദ്രൻ MLA സന്തോഷിന്റെ കടയിൽ നേരിട്ടെത്തിയാണ് തുക ഏറ്റുവാങ്ങിയത്. മണലിപ്പുഴ കരകവിഞ്ഞൊഴുകി സന്തോഷിന്റെ കല്ലൂർ പാടം വഴിയിലുള്ള ചായക്കടയിൽ വലിയ നാശനഷ്ടമാണ് സംഭവിച്ചത്. വെള്ളപ്പൊക്കത്തിൽ കടുത്ത സാമ്പത്തിക നഷ്ടമുണ്ടായിട്ടും വരുമാനത്തിന്റെ ഒരു ഭാഗം വയനാടിനായി മാറ്റിവയ്ക്കുകയായിരുന്നു സന്തോഷ്. ചായയും കടിയും തട്ടുകട വിഭവങ്ങളും മറ്റും വിറ്റ തുകയാണ് സന്തോഷ് കൈമാറിയത്. കൊടകര സെയിന്റ് ജോസഫ് ദേവാലയത്തിൽ സ്വാതന്ത്ര്യദിന ആഘോഷവും കേന്ദ്ര സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിമുക്ത ഭടന്മാരെ ആദരിക്കൽ ചടങ്ങും നടന്നു. ഫൊറോന ദേവാലയത്തിൽ രാവിലത്തെ ദിവ്യബലിക്ക് ശേഷം ദേവാലയ അങ്കണത്തിലെ അലങ്കരിച്ച കൊടിമരത്തിൽ ഫൊറോന വികാരി റവറൻ ഫാദർ ജെയ്സൺ കരിപ്പായ് ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. വിവിധ കേന്ദ്രസേനകളിൽ സേവനമനുഷ്ഠിച്ച് വിരമിച്ച കൊടകര ഇടവകയിലെ വിമുക്ത ഭടന്മാരെ കൊടകര കേന്ദ്ര സമിതി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ വികാരിയച്ഛൻ പൊന്നാടയണിയിച്ച് ആദരിച്ചു. തദവസരത്തിൽ സഹവികാരി ഫാദർ സിബിൻ വാഴപ്പിള്ളി, കേന്ദ്രസമിതി പ്രസിഡന്റ് ശ്രീ പ്രിൻസ് ചിറ്റാട്ടുകരക്കാരൻ, സെക്രട്ടറി ശ്രീ ബിജോയ് ചിരിയങ്കണ്ടത്ത്, കൈക്കാരന്മാരായ ശ്രീ വർഗീസ് തൊമ്മാന, ശ്രീ വർഗീസ് കോമ്പാറ, ശ്രീ ജോസ് ഊക്കൻ, പള്ളി PRO ശ്രീ ജോയ്സ് തെക്കുംതല, 23 കുടുംബ യൂണിറ്റുകളിലെ ഭാരവാഹികൾ, ഇടവക ജനങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. വലിയ പ്രതീക്ഷ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. New star rises, the freedom, new star of freedom in the east എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നെഹ്റു അതിപ്രധാനമന്ത്രി പ്രസംഗിച്ചിരുന്നു. ഒരു വലിയ പ്രതീക്ഷകളുടെ ഒരു സുദിനമായിരുന്നു 1947 ഓഗസ്റ്റ് 14-ാം തീയതിയിലെ അർദ്ധരാത്രി. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തി. സ്കൂൾ പ്രധാന അധ്യാപിക ഉഷ MV പതാക ഉയർത്തി. പതാകയ്ക്ക് SPC നാഷണൽ സല്യൂട്ട് നൽകി. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ സരിത രാജേഷ്, വാർഡ് മെമ്പർ പുഷ്പാകരൻ ഒറ്റാലി, PTA പ്രസിഡന്റ് സന്ദീപ് കുമാർ CK, മുൻ സ്കൂൾ പ്രിൻസിപ്പാൾ സൗദാമിനി K, പ്രിൻസിപ്പാൾ ഇൻചാർജ് കുഞ്ഞുമോൾ KA, സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ PV ശ്രീജിത്ത്, സ്റ്റാഫ് സെക്രട്ടറി റിജോ PR, OSA അംഗം രമ്യ കർത്ത, സീനിയർ അധ്യാപിക അമൃതപ്രിയ AK എന്നിവർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. പഠനത്തിൽ മികവ് പുലർത്തിയ കുട്ടികൾക്ക് വിവിധ എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. SPC, ഗാന്ധി ദർശൻ, സ്കൗട്ട്, ഗൈഡ്സ്, ബുൾബുൾ, JRC എന്നിവയുടെ നേതൃത്വത്തിൽ വിവിധ സ്വാതന്ത്ര്യദിന കലാപരിപാടികൾ നടത്തി. കല്ലൂർ സൗഹൃദ യുവസംഗമത്തിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. സൗഹൃദ യുവസംഗമം പ്രസിഡന്റ് പ്രീപരൻ ചുണ്ടേലിപ്പറമ്പിലിന്റെ നേതൃത്വത്തിൽ തൃക്കൂർ പഞ്ചായത്തിലെ പ്രളയബാധിത പ്രദേശമായ പള്ളം നിവാസിയായ ചുമട്ടുതൊഴിലാളി കുട്ടപ്പൻ ദേശീയ പതാക ഉയർത്തി. ദുരിതം അനുഭവിക്കുന്ന കുട്ടപ്പന്റെ കുടുംബത്തിന് പലവ്യഞ്ജന കിറ്റും ഓണപ്പുടവയും കൈമാറി. സൗഹൃദ യുവസംഗമം രക്ഷാധികാരി സതീശൻ ഊരാളത്ത് മുഖ്യപ്രഭാഷണം നടത്തി. മിമിക്രി ആർട്ടിസ്റ്റ് ചാർലി കല്ലൂർ മുഖ്യാതിഥിയായിരുന്നു. സൗഹൃദ യുവസംഗമ പ്രവർത്തകരായ പ്രജേഷ് കരുമുത്തിൽ, റിൻഡോ ഐനിക്കൽ, സന്തോഷ്, പോളി അവിട്ടത്തുകാരൻ എന്നിവർ സന്നിഹിതരായിരുന്നു.
അളകപ്പനഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷവും പതാക ഉയർത്തലും നടത്തി. ബ്ലോക്ക് സെക്രട്ടറി MP വർഗീസ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ജിമ്മി മഞ്ഞളി പതാക ഉയർത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അലക്സ് ചുക്കിരി മുഖ്യപ്രഭാഷണം നടത്തി. INTUC നേതാവ് ആന്റണി കുറ്റൂക്കാരൻ സന്ദേശം നൽകി. രാധാകൃഷ്ണൻ, ഓസ്റ്റിൻ തെക്കുംപുറം, സിജോ പുന്നകര, സുന്ദരൻ വേണ്ടോർ, മനോജ് സുന്ദർ, ഹരൻ ബേബി, ദിനിൽ പാലപ്പറമ്പിൽ, പ്രിൻസ് ഫ്രാൻസിസ് അരിപ്പാലത്തുകാരൻ തുടങ്ങി പ്രവർത്തകർ പങ്കെടുത്തു. വയനാട് ദുരന്ത ബാധിതർക്ക് വീട് വെച്ച് നൽകാൻ DYFI നടത്തുന്ന അതിജീവനത്തിന്റെ ചായക്കടയ്ക്ക് തുടക്കമായി. വയനാട് ദുരന്ത ബാധിതർക്ക് വീട് വെച്ച് നൽകാൻ DYFI സംഘടിപ്പിക്കുന്ന റീബിൽഡ് വയനാട് ക്യാമ്പയിനിന്റെ ധനസമാഹരണാർത്ഥം DYFI വരന്തരപ്പള്ളി മേഖലാ കമ്മിറ്റി വേലൂപ്പാടത്ത് സംഘടിപ്പിച്ച അതിജീവനത്തിന്റെ ചായക്കട ബഹുമാനപ്പെട്ട പുതുക്കാട് നിയോജകമണ്ഡലം MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് സെക്രട്ടറി സഖാവ് PD നെൽസൺ, ബ്ലോക്ക് പ്രസിഡന്റ് PN വിഷ്ണു, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ED ദിലീഷ്, SFI കൊടകര ഏരിയ സെക്രട്ടറി ഷാനിത് TS, വരന്തരപ്പള്ളി മേഖലാ സെക്രട്ടറി ഫവാസ് KS എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6555 രൂപ, പവന് 52,440 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 78ാമത് സ്വാതന്ത്ര്യദിനാഘോഷ നിറവിൽ രാജ്യം. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ ദുഃഖത്തിന്റേതായ അന്തരീക്ഷത്തിലാണ് ഇത്തവണ നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യം സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ 78ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ചാലക്കുടി നഗരസഭയിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. വേലൂപ്പാടം വിശുദ്ധ യൗസേപിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ പ്രസിദ്ധമായ ഊട്ടുതിരുനാൾ ഭക്തി സാന്ദ്രമായി ആഘോഷിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 8:30-നും 9:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 1 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കുന്നതാണ്. ചാലക്കുടി പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നമസ്കാരം.